അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ ഏതാനും മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട് എന്ന് പറയാവുന്ന വിധത്തിൽ നമ്മളോട് യാത്രക്കൊരുങ്ങുകയാണ്. കഴിഞ്ഞ ദിനരാത്രങ്ങളിലെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പരിഗണിക്കുമാറാകട്ടെ. വീഴ്ചകളെ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നാളെ റയ്യാനും കടന്ന് സ്വർഗത്തിലെത്താൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഒരു മനുഷ്യനെ കണ്ട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് പ്രായം എത്രയായി? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, 60 സന, 60 വയസ്സായി. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുന്ദു 60 സന തസീറു ഇലാ റബ്ബിക്, കഴിഞ്ഞ 60 കൊല്ലമായി നീ നിന്റെ റബ്ബിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യൂഷിക്കു അൻ തബ്ലുഗ, ഏകദേശം എത്താറായിട്ടുണ്ട്, 60 ആയല്ലോ. ആ സമയത്ത് ഇത് കേട്ട് നിൽക്കുന്ന മനുഷ്യൻ പറഞ്ഞു,
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, തഅലമു മാ തഫ്സീറുഹു, നീ ഇപ്പോൾ പറഞ്ഞ ആ വാക്കിന്റെ വിശദീകരണം എന്താണ് എന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, തീർച്ചയായും ഞാൻ ആ റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവനാണ്. ആ സമയത്ത് ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അങ്ങനെ നീ തിരിച്ചറിയുകയാണെങ്കിൽ, നീ നിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവനാണ് എന്നത് നീ തിരിച്ചറിയുകയാണെങ്കിൽ, ഫൽയഅലം ബിഅന്നഹു മൗഖൂഫ്, അങ്ങനെ അറിയുന്നവൻ സ്വാഭാവികമായും അതിൻ്റെ കൂടെ അറിയേണ്ട കാര്യമാണ് ആ റബ്ബിൻ്റെ മുന്നിൽ അവൻ നിൽക്കേണ്ടി വരുമെന്നത്. വമൻ അലിമ ബിഅന്നഹു മൗഖൂഫുൻ, ആ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നത് ആരെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ, ഫൽയഅലം അന്നഹു മസ്ഊലുൻ, തീർച്ചയായും ആ നിൽക്കുന്ന സമയത്ത് അവനോട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നതും അവൻ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വമൻ അലിമ അന്നഹു മസ്ഊലുൻ ഫൽയുഇദ്ദ ലിസ്സുആലി ജവാബ, അങ്ങനെ എന്നോട് ചില ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് ഒരാൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൻ തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിച്ചു, ഫമൽ ഹീല, അതിനുള്ള തന്ത്രം എന്താണ്? അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫുളൈൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖാല യസീറ, അത് വളരെ ചെറിയൊരു കാര്യമാണ് ചെയ്യേണ്ടതുള്ളൂ. തുഹ്സിനു ഫീമാ ബഖിയ യുഗ്ഫറു ലക മാ മളാ വമാ ബഖിയ, നീ ഇനിയുള്ള നിന്റെ ബാക്കിയുള്ള ജീവിതത്തെ നീ നന്നാക്കുകയാണെങ്കിൽ നിന്റെ കഴിഞ്ഞതും ഇനി വരാനുള്ളതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു തരും. ഫഇന്നക ഇൻ അസഅത ഫീമാ ബഖിയ, ഇനിയുമുള്ള ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാൻ തന്നെയാണ് നിന്റെ തീരുമാനമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നീ അറിയുക, ഉഖിത്ത ബിമാ മള വമാ ബഖിയ, നിന്റെ കഴിഞ്ഞതിനും ബാക്കിയുള്ളതിനും കൂടി നിനക്ക് ശിക്ഷയുണ്ടാകും, നീ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ബാക്കിയുള്ള കാലം നന്നാക്കലാണ്. കഴിഞ്ഞുപോയ കാലവും വരാനുള്ള കാലവും അള്ളാഹുവിൻ്റെ അടുത്ത് നന്മയായി തീരാനുള്ള മാർഗമെന്ന് മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ വിശദീകരിക്കുകയാണ്. ഒരു അനുഗ്രഹീത റമദാനിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ തീരുമാനം എന്താണ്? ജീവിതം ബാക്കിയായാൽ ആ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞുപോയ കാലത്തെ പോലെ തന്നെ തുടർത്തി കൊണ്ടുപോകാനാണോ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചു നിൽക്കുന്നത്? അതല്ല, കുറച്ചൊക്കെ നന്നാവാൻ കഴിഞ്ഞു, കുറച്ചൊക്കെ ചെയ്യാൻ സാധിച്ചു, തുടരണമെന്നതാണോ നമ്മുടെ തീരുമാനം? സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തമായിട്ടുണ്ടോ ജീവിതമെന്നത് ഈ റമദാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആവേശം കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് എന്ന പരിശോധനയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമ്മൾ മോശക്കാരാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ആരാണ് മോശം വിഭാഗം? മഹാനായ മുൻഗാമികളായ പണ്ഡിതന്മാരോട്, സലഫുകളോട് ചോദിക്കുന്നുണ്ട്. ഒരാള് റമദാനിൽ മാത്രം അല്ലാഹനെ അറിഞ്ഞ് ജീവിക്കുന്ന ആളാണ്, അവരെ കുറിച്ച് എന്താ അഭിപ്രായം? സലഫുകളിലെ പണ്ഡിതന്മാർ പറഞ്ഞത്, ബിഅ്സൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ, റമദാനിലല്ലാതെ പടച്ചവനെ മനസ്സിലാക്കാത്ത, റമദാനിൽ മാത്രം അല്ലാഹനെ അറിഞ്ഞ് ജീവിക്കുന്ന ആളുകൾ അവരെത്ര മോശപ്പെട്ട ജനതയാണ്. ആ മോശപ്പെട്ട ജനതയായി ജീവിക്കാനാണോ നിലപാട് നന്നാക്കി കഴിഞ്ഞു പോയതുകൂടി പൊറുക്കപ്പെടുന്ന വരുന്ന കാലം കൂടി നന്നായി കിട്ടുന്ന ഒരു ജീവിതം കെട്ടിപ്പടുക്കാനാണോ ഞാനും നിങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ആലോചിക്കേണ്ട സമയമാണിത്. നന്മയിലൂടെ ജീവിതത്തെ കൊണ്ടുപോകാനും ഈ നേടിയെടുത്ത നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, അതിന് നമുക്ക് സാധ്യമാകുന്ന ചില വഴികളാണ്. അതിലൊന്ന്, ഏറ്റവും ഒന്നാമതായി നമ്മുടെ തൗഹീദ് ശരിയാവുക എന്നതാണ്. എന്താണ് തൗഹീദ് കൊണ്ട് നമുക്ക് നേടാനുള്ളത്? പടച്ചവനെ മാത്രം ആരാധിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്ന കാര്യം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞില്ല സൂറത്തുൽ ബഖറയിൽ, യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആൻ
ഒന്നും രണ്ടും തവണ ഓതി തീർത്തു നമ്മൾ, അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ മുതൽ ആ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ മനുഷ്യനെ എന്ന ഖുർആനിന്റെ ഒന്നാമത്തെ വിളി, മനുഷ്യരോടുള്ള ഖുർആനിന്റെ ഒന്നാമത്തെ കൽപ്പനയാണ് യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ഏകനായ റബ്ബിന് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണേ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരാകും. അപ്പൊ സൂക്ഷ്മതയുള്ള നന്മയുള്ള ജീവിതം കൊണ്ടു നടക്കാൻ ഒന്നാമത് നമ്മുടെ തൗഹീദ് ശരിയാകണം. ഒരു കറകളഞ്ഞ തൗഹീദിന്റെ ഉടമയാണ് ഞാൻ എന്ന് പറയാൻ സഹോദരങ്ങളെ നമ്മൾ എത്ര ആൾക്ക് പറ്റും? ചരടില്ല, നൂലില്ല, ഏലസില്ല, ഐക്കല്ലില്ല, ഒരു ജാറത്തിന്റെ മുന്നിലും സുജൂദ് ചെയ്യുന്നില്ല, ഒരു പടപ്പിനെയും വിളിച്ചു തേടുന്നില്ല, ഒരാളുടെ മേലും വരമേൽപ്പിക്കുന്നില്ല, ഒരു പാട്ടായും ബെയ്ത്തായും ഷിർക്കിന്റെ വരികളിൽ ഞാൻ ഉച്ചരിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? അതല്ല, ഈ വിശുദ്ധ റമദാനിന്റെ ദിനങ്ങളിൽ പോലും ബദരീങ്ങളോട് പ്രാർത്ഥിച്ചവരിൽ നമ്മൾ ഉൾപ്പെട്ടോ? നമ്മൾ പരിശോധിക്കണം. ഒന്നാമത് ശരിയാകേണ്ടത് തൗഹീദാണ്. തിന്മകൾ വർദ്ധിക്കുകയാണ്. സമുദായത്തിൽ അംഗങ്ങളും എണ്ണം കുറവില്ല തിന്മയിൽ. എന്താ സമുദായത്തിന് സംഭവിച്ച അപജയം? എല്ലാവരും ചിന്തിക്കാണ്, എന്തേ നമ്മളെ മക്കളൊക്കെ പെട്ടുപോകുന്നു? സമൂഹത്തിന്, സമുദായത്തിന് കൊടുക്കേണ്ട തൗഹീദ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദന്മാര് മറന്നുപോയതാണ് ഈ സമൂഹത്തിന് സംഭവിക്കുന്ന ഒന്നാമത്തെ അപജയം. അതുകൊണ്ട് തൗഹീദ് ശരിയാക്കണം. രണ്ടാമത്തത് സഹോദരങ്ങളെ, നിസ്കാരത്തിലെ കണിശത നമ്മൾ തുടരണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖിമിസ്സലാ ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അഖിമിസ്സലാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. കാരണം ഇന്നസ്സലാ തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും, എല്ലാ വൃത്തികേടുകളിൽ നിന്നും, എല്ലാ തരം തിന്മകളിൽ നിന്നും തീർച്ചയായും നിസ്കാരം നിങ്ങളെ തടയും. അതുകൊണ്ട് സുബഹിനെത്താൻ, ളുഹറിനെത്താൻ, ഇശാഇനെത്താൻ നമ്മൾ കാണിച്ച ആ ആവേശം ഇനിയും നിലനിർത്തുക എന്നതാണ് നമ്മൾ ഈ തഖ്വ തുടരാനുള്ള മാർഗം. മൂന്നാമത്തത്, നിർബന്ധ നോമ്പ് കഴിഞ്ഞാലും സുന്നത്ത് നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരാൾക്ക് കല്യാണം കഴിച്ചാൽ അയാളുടെ ജീവിതത്തിൽ കിട്ടുന്നൊരു നേട്ടം എന്താ? കണ്ണിന് ഒരു സൂക്ഷ്മത വരും, അയാളുടെ സ്വകാര്യതകൾക്ക് ഒരു സൂക്ഷ്മത വരും. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രായമായാൽ, സമയമായാൽ യുവാക്കളെ നിങ്ങൾ കല്യാണം കഴിക്കണം. അത് നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിനെ സൂക്ഷിക്കാനും നിങ്ങളുടെ സ്വകാര്യതയെ സൂക്ഷിക്കാനുള്ള മാർഗമാണ്. വഇല്ലം യസ്തത്യ, അതിനൊരാൾക്ക് സാധിക്കുന്നില്ല, അവൻ്റെ സാഹചര്യം ഇപ്പോൾ ഒരു കല്യാണത്തിന് പറ്റിയ സാഹചര്യമല്ല, എന്നാൽ പിന്നെ അതേ സൂക്ഷ്മത കിട്ടാൻ അവൻ എന്ത് ചെയ്യണം? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅലൈഹി ബിസ്സൗം, നോമ്പെടുക്കട്ടെ, അതൊരു പരിചയാണ്. അപ്പൊ തിന്മയെ തടയാൻ നോമ്പ് കൊണ്ട് പറ്റുമെന്നാണ്. സുന്നത്ത് നോമ്പുകൾ, അയ്യാമുൽ ബീദിലെ നോമ്പുകൾ ഒക്കെ പതിവാക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. നാലാമത്തെ കാര്യം, ആരാധനകളുടെ സന്ദർഭത്തിൽ മാത്രം പടച്ചോനെ ഓർക്കുന്ന ആൾക്കാരാകരുത് നമ്മൾ. പള്ളിക്കണ് കയറിയ അള്ളാനെ കുറിച്ചുള്ള പേടി, ഹൗദിൻ്റെ അവിടുന്ന്, പൈപ്പിൻ്റെ അവിടുന്ന്, ടാപ്പിൻ്റെ അവിടുന്ന് ഒന്നെടുത്തിന് കയറുമ്പോൾ ഡ്രസ്സൊന്ന് നെരിയാണിൻ്റെ മേലേക്ക് കയറ്റി, നോമ്പായ പടച്ചോനെ പേടി, പള്ളിയിലെത്തി അള്ളാനെ കുറിച്ചുള്ളൊരു ചിന്ത, ഹജ്ജിന് പോകുമ്പോൾ പടച്ചോനെ കുറിച്ചുള്ളൊരു ബോധം, അപ്പം മാത്രമാണോ അള്ളാഹ് കൂടെ ഉള്ളത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. വഹുവ മഅകും, ആ റബ്ബ് നിങ്ങളെ കൂടെയുണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും. ആ ബോധത്തോടു കൂടി ജീവിതത്തെ കെട്ടിപ്പടുക്കലാണ്. അഞ്ചാമത്തെ കാര്യം, മേൽപ്പറഞ്ഞ 4 കാര്യം കൂടി നടക്കണമെങ്കിൽ ഈ അഞ്ചാമത്തെ കാര്യം ശരിയാകണം. നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മറക്കരുത്. സഹോദരങ്ങളെ, ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ ഈ 28 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നത്? ആണോ? ഈ 27 ദിവസമായി ഇന്നേക്ക്. ഈ 27 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നത് വീട്ടിൽ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. വെള്ളമില്ലാഞ്ഞിട്ടാണോ കുടിക്കാതിരുന്നത്? ഇണ കൂടെ ഇല്ലാഞ്ഞിട്ടാണോ അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാതിരുന്നത്? നാം പോയിരുന്ന ക്ലബ്ബുകളും പബ്ബുകളും അടച്ചുപൂട്ടപ്പെട്ടത് കൊണ്ടാണോ നമ്മൾ പോകാതിരുന്നത്?
കഴിച്ചതും കുടിച്ചതുമായത് നാട്ടിൽ കിട്ടാത്തത് കൊണ്ടാണോ അതിലേക്ക് എത്താതിരുന്നത്? വൃത്തികേടിന്റെ കാഴ്ചയൊരുക്കിയ സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യപ്പെട്ടത് കൊണ്ടാണോ നമ്മളത് കാണാതിരുന്നത്? അല്ല, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താ? സ്വർഗത്തേക്ക് എത്തണം എന്നാണ്. സഹോദരങ്ങളെ, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കൊടുക്കുക? സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞു, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽമുത്തഖീന ഗൈറ ബഈദ്. അല്ലാഹനെ പേടിച്ച് ജീവിച്ച മുത്തഖീങ്ങളില്ലേ, സൂക്ഷ്മതയുള്ള മനുഷ്യരില്ലേ, അവർക്ക് ദൂരെയല്ലാതെ അല്ലാഹു സ്വർഗം അടുത്തു കൊണ്ടുവരും. ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീള്. പടച്ചവന്റെ അടുത്തേക്ക് മടങ്ങാനും ജീവിതത്തെ കാത്തു സൂക്ഷിക്കാനും ഒരുക്കമുള്ളവന് വാഗ്ദാനം ചെയ്തതാണ് ആ സ്വർഗം. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. വൃത്തിയുള്ള താഴ്മയുള്ള മനസ്സുമായി സ്വകാര്യ ജീവിതത്തിൽ പടച്ചവനെ പേടിച്ച് കടന്നു വരുന്നവർക്കുള്ളതാണ് ആ സ്വർഗം. ഉദ്ഖുലുഹാ ബിസലാം. എന്നിട്ട് അവരോട് പറയും, സമാധാനത്തോടുകൂടി നിങ്ങൾ പ്രവേശിക്കുക. ദാലിക യൗമുൽ ഖുലൂദ്. ഇതത്രേ സ്ഥിരവാസത്തിന്റെ ദിവസം. സഹോദരങ്ങളെ, എന്നിട്ട് പറയുന്ന വാക്ക് കേട്ടോ, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്. ആഗ്രഹിച്ചതൊക്കെ അവർക്ക് അവിടെ കൊടുക്കും, അധികം കൊടുക്കാനും നമ്മളുടെ അടുത്തുണ്ട്. പടച്ചോൻ പറയാ, ആഗ്രഹിച്ച ജീവിതം കിട്ടും സ്വർഗത്തിൽ. സഹോദരങ്ങളെ, ഇവിടെ നല്ലൊരു ദാമ്പത്യം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. രോഗിയായ ഭാര്യയെ എന്നും എഴുന്നേറ്റ് കുളിപ്പിച്ച് ചെറിയ കുട്ടിയെ പരിപാലിക്കുന്നത് പോലെ പരിപാലിച്ച് അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്ത് ഭക്ഷണം മുന്നിൽ വെച്ചു കൊടുത്ത് ജോലിക്ക് ഇറങ്ങിപ്പോയെന്ന ഭർത്താവ്. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ നമ്മളെ കൂട്ടത്തിലില്ലേ? പലരും പറഞ്ഞു, വേറൊരു കല്യാണം നോക്കിക്കൂടെ? അല്ല, ഓള് എൻ്റെ ജീവനല്ലേ, ഓളെ കൂടെ ഒരു നല്ല ദാമ്പത്യം വേണ്ടേ? സഹോദരങ്ങളെ, നമുക്ക് ജീവിച്ച് കൊതി തീരുന്നതിൻ്റെ മുമ്പ് പിരിഞ്ഞുപോയ ഉപ്പാനെ നമുക്ക് തിരിച്ച് കാണണ്ടേ? താലോലിച്ച് കൊതി തീരും മുമ്പ് കൈവിട്ടുപോയ മക്കളെ കാണണ്ടേ? നമുക്കൊരു നോക്കുകൂടി. കഷ്ടപ്പാടില്ലാത്ത, ജനിച്ചത് മുതൽ വേദനയാണ് ശരീരത്തിൽ, കഷ്ടപ്പാടില്ലാത്ത വേദനിക്കാത്ത ഒരു ജീവിതം വേണ്ടേ നമുക്ക്? ഓടി ഓടി കഷ്ടപ്പെട്ടിട്ടും തീരാത്ത കടബാധ്യതകളില്ലാത്ത ഒരു ജീവിതം വേണ്ടേ? ആഗ്രഹിച്ച് എന്തെല്ലാം കാര്യങ്ങൾ, സ്വപ്നങ്ങൾ മാത്രമായി അവശേഷിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, തിരിച്ചു പിടിക്കണ്ടേ നമുക്ക് നമ്മുടെ ആ സ്വപ്നങ്ങളെ? നമുക്കൊന്ന് സുഖിച്ച് ജീവിക്കണ്ടേ? കഷ്ടതകളില്ലാത്ത, വിശപ്പറിയാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, കഷ്ടപ്പാടുകളില്ലാത്ത, വേദനകളില്ലാത്ത, കണ്ണിന് ഈറനണിയിക്കുന്ന, മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വേദനകളില്ലാത്ത ഒരു ജീവിതം. പൊന്നുപ്പച്ചിയുടെ കൂടെ അല്ലേ, സ്നേഹിച്ച് കഴിയും മുമ്പ് നമ്മൾ വിട്ടുപോയ ഉപ്പാന്റെ കൂടെ ഒരു ജീവിതം വേണ്ടേ നമുക്ക്? നിക്കാഹ് കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് 2-3 മാസം ആയപ്പോഴേക്ക് അള്ള തിരിച്ചു വിളിച്ചു, അവളുടെ കൂടെ ഒരു ജീവിതം വേണ്ടേ നമുക്ക്? അള്ള പറയാ, ലഹും മാ യശാഊന ഫീഹാ. ആഗ്രഹിച്ചത് ഞാൻ കൊടുക്കും അവർക്ക്, ആഗ്രഹിച്ചത് കൊടുക്കും, ചോദിച്ചത് മുഴുവൻ തരും പടച്ചോൻ. എന്തേ പറഞ്ഞുള്ളൂ അറിയോ? ഈ റമദാനിൽ ഇപ്പം നമ്മൾ ജീവിച്ചൊരു ജീവിതമല്ലേ, അത് നിലനിർത്തിയാൽ മതി. ആർക്കു വേണ്ടിയല്ല, പടച്ചോന് വേണ്ടി തിന്മകളെ വെടിയാൻ, പടച്ചോന് വേണ്ടി നന്മകൾ ചെയ്യാൻ, അള്ളാഹ്ക്ക് വേണ്ടി ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ഒരുക്കമാണോ അള്ള പറഞ്ഞത്? ലഹും മാ യശാഊന ഫീഹാ. തിരിച്ചു തരും. പെരുന്നാളുകൾ വരുമ്പോ ഡ്രസ്സുമായി കയറി വന്നിരുന്ന ഉപ്പാന്റെ ചിത്രം നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ ആ ഉപ്പാന്റെ കൂടെ ഇനിയും ആഘോഷിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കും. ആ ഉമ്മ നമുക്ക് തിരിച്ചു തരും. ശരീരത്തിന് കേടുപാടുകളില്ലാത്ത, ഭിന്നശേഷിക്കാരനല്ലാത്ത, 21 വയസ്സുണ്ടായിട്ടും 2 വയസ്സിന്റെ ബുദ്ധി പോലും ഇല്ലാത്ത അങ്ങനെയുള്ള മക്കളല്ല. എല്ലാ കേടുപാടും തീർത്ത് ചുറുചുറുക്കുള്ള യൗവനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ പൊന്നോമനകൾ കോപ്പകളുമായി നമ്മളെ സൽക്കരിക്കാൻ നമ്മളുടെ അടുത്ത് കടന്നു വരും. എന്തേ സഹോദരങ്ങളെ പടച്ചവൻ പറഞ്ഞതുള്ളൂ? ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഈ സൂക്ഷ്മത, ഈ ഒരു പേടി,
ഈ ഒരു നന്മയോടുള്ള താല്പര്യം, മനസ്സിനെ കഴുകാനുള്ള ഈ ഒരു തയ്യാറെടുപ്പ്, അത് മാത്രം മതി എന്ന്. അതുകൊണ്ട് വിട പറയാൻ ഒരതിഥി വിട പറയാൻ ഒരുങ്ങുമ്പോൾ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ടോ? പ്രതിജ്ഞയെടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? തിരിച്ചു പോകില്ല എൻ്റെ വൃത്തികെട്ട ജീവിതത്തിലേക്ക് എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? സഹോദരങ്ങളെ, പ്രാർത്ഥനയുണ്ടാകണം. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. നല്ലൊരു ജീവിതം, എത്ര സുന്ദരമായിരുന്നു നമ്മുടെ ജീവിതം അല്ലേ? പാതിരാവിൽ പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞുകൂടിയവർ. എന്തൊരു മനോഹരമാണ് നമ്മുടെ പള്ളിയിൽ നമ്മൾ സൃഷ്ടിച്ച ആ കാഴ്ച. നിറഞ്ഞു നിൽക്കുന്ന തറാവീഹിന്റെ സൊഫ്. ഓരോ 2 റക്അത്ത് കഴിയുമ്പോഴും മനസ്സ് നിറഞ്ഞ് നമ്മൾ പിറകോട്ട് നോക്കി, പടച്ചോനെ ഇന്നുണ്ട് എല്ലാവരും, സന്തോഷിച്ചില്ല നമ്മൾ. സഹോദരങ്ങളെ, ഇനിയും നമുക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ, ഒരു ജമാഅത്ത് നഷ്ടപ്പെടരുതേ എന്ന തീരുമാനം ഇനിയും എടുക്കാൻ പറ്റുമെങ്കിൽ, ഈ 30 ദിവസമാകാൻ പോകുന്ന ഈ ഒരു മാസക്കാലം തുറന്നു നോക്കാത്ത ഒരു സൈറ്റും ഇനി തുറക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിനോട് പറയാ, റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചോനെ, ഹിദായത്ത് കിട്ടി, നല്ലൊരു ജീവിതം നയിച്ചു, തെറ്റിപ്പോകരുത്. ആ എല്ലാ കേന്ദ്രങ്ങളും അവിടെയുണ്ട്, പക്ഷെ തെറ്റിച്ചു കളയരുത് റബ്ബേ എന്ന പ്രാർത്ഥനയുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ജീവിതം നന്നാകും. ഈ 5 കാര്യം കൊത്തിവെക്കുക ഈ റമദാനിന്റെ ഈ അനുഗ്രഹീതമായ അവസാനത്തെ വെള്ളിയിൽ. എന്നിട്ട് പടച്ചവനോട് ഇനിയുള്ള പാതിരാവുകളിലെ പ്രാർത്ഥന, ഇങ്ങനെ ജീവിക്കാനുള്ള കരുത്തു തരണേ എന്നായിരിക്കണം. എങ്കിൽ നമുക്ക് ആ സ്വർഗം കൊണ്ട് സന്തോഷിക്കാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാന് നമുക്കൊരു ആരാധനയായതുപോലെ തന്നെ പെരുന്നാളും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇബാദത്താണ്. അതുകൊണ്ട് ആ പെരുന്നാളിലേക്ക് പോകുമ്പോഴും പെരുന്നാളാകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്, നമുക്കറിയുന്നതാണ്. ഏറ്റവും പ്രധാനം ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുത്ത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ലാസ്റ്റ് ഇത് വാങ്ങുക എന്ന് അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കിട്ടാൻ, സാധുക്കൾക്ക് ഭക്ഷണം കിട്ടാനുള്ള വഴിയാണ് ഞാൻ. അതുകൊണ്ട് 120 രൂപയാണ്. അത് കുടുംബത്തിൽ ഓരോ അംഗത്തിനും കൊടുത്ത് തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പള്ളിയിലേക്ക് പെരുന്നാളിൻ്റെ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ കുളിക്കുക, പെരുന്നാളിൻ്റെ കുളി എന്ന നിയ്യത്തോടു കൂടി കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. സഹോദരങ്ങളെ, ഈ റമദാനിൽ നേടിയ എല്ലാ നന്മയും നഷ്ടപ്പെടുത്തുന്നതാകരുത് നമ്മുടെ വസ്ത്രം. ഇസ്ലാമിക ചിട്ട പാലിക്കുന്ന നല്ല വസ്ത്രം ആണും പെണ്ണും ധരിക്കുക. പലപ്പോഴും കുറ്റപ്പെടുത്താൻ പറയല്ലേ, ഈ ചെറുപ്പക്കാരൊക്കെ നിസ്കരിക്കുമ്പോൾ, ഒന്നിലധികം രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചു, നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഔറത്ത് കാണുകയാണ്, നമ്മുടെയൊക്കെ പാൻറ് ശരിക്ക് കയറി നിൽക്കാത്തതുകൊണ്ട് അത്തരമൊരു അവസ്ഥയില്ലാതെ നല്ല വസ്ത്രം ധരിക്കുക. പുരുഷന്മാർ സുഗന്ധം ഉപയോഗിക്കുക. ചെറിയ പെരുന്നാളിൻ്റെ ഈദുൽ ഫിത്തറിൻ്റെ മുസല്ലയിലേക്ക് പുറപ്പെടുമ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പുറപ്പെടുക. തക്ബീർ ചൊല്ലാം. മാസം കണ്ടത് മുതൽ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് വരെ നമുക്ക് തക്ബീർ ചൊല്ലാം, അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നേരത്തെ പുറപ്പെടുക ഈദ്ഗാഹിലേക്ക്. ഈദ്ഗാഹിലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് പടച്ചറബ് അനുഗ്രഹിച്ചാൽ ഇത്തവണയും നമ്മുടെ നമസ്കാരം ഈദ്ഗാഹിലാണ്. 7 മണിക്കാണ് നമ്മൾ നിസ്കാരം തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ എത്താൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് ഖുത്ബ കൂടി ശ്രദ്ധിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക. കഴിയുമെങ്കിൽ പോകുന്നതും വരുന്നതുമൊക്കെ വ്യത്യസ്ത വഴികളിലൂടെയായി അവിടെയുള്ള ബന്ധങ്ങളൊക്കെ ചേർക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ദീനിയായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ നല്ലൊരു മാസത്തിന് വിട ചോദിച്ച് പെരുന്നാൾ വരുമ്പോൾ അതും നമ്മുടെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് തന്നെ ആകണം. പെരുന്നാളിൻ്റെ മുസല്ലയിൽ നമ്മളാലാകുന്ന സ്വതക്ക കൊടുക്കുക. അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അതിനൊക്കെ തയ്യാറായി വരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്നലെ വളരെ വിശദമായി നമ്മുടെ ഇമാം ജാഫർ ഉസ്താദ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഓരോ ചെലവും കാര്യങ്ങളും കൃത്യമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തന്നു. ഇനി ഈ ഒരു മെമ്പറിൽ നിന്ന് വീണ്ടും അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളിയാഴ്ച
നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞതുപോലെ ദിവസങ്ങളുടെ നേതാവാണ് റമദാൻ, മാസങ്ങളുടെ നേതാവുമാണ്. മാസങ്ങളുടെ നേതാവും ദിവസങ്ങളുടെ നേതാവും ഈ വർഷത്തിൽ ഒത്തുചേർന്ന അവസാനത്തെ ദിവസമാണിന്ന്. അതുകൊണ്ട് കൈയഴച്ച് മനസ്സറിഞ്ഞ് നമ്മുടെ സ്ഥാപനങ്ങളുടെ, പള്ളിയും അനുബന്ധ കാര്യങ്ങളുടെയും കാര്യത്തിനു വേണ്ടി മനസ്സറിഞ്ഞു കൊടുക്കുക. സഹോദരങ്ങളെ, ഇന്ന് സുബൈനെ നമ്മളിവിടെ മയ്യത്ത് നിസ്കരിച്ചു. അതൊക്കെ നമുക്കൊരു പാഠമാണ്. അപ്പോൾ കൊണ്ടുപോകാൻ ഇതൊക്കെ ഉണ്ടാകൂ എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മകൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത നമ്മുടെ എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായി പരിപൂർണാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ കർമ്മങ്ങളൊക്കെ തുടരാനുള്ള മനസ്സ് അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പടച്ചറബ് നമുക്കെല്ലാവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ ഒരു കഴിഞ്ഞ മിനിഞ്ഞാന്ന് രാത്രി പെട്ടെന്ന് വയറുവേദനയും മൂത്രത്തെക്കല്ലൊക്കെ ആയി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോയത്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസങ്ങളില്ലാത്ത ചികിത്സ കൊണ്ട് തന്നെ കാര്യങ്ങൾ അള്ളാഹു വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ എല്ലാ രോഗികൾക്കും പടച്ചറബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് നമസ്കരിച്ച നമ്മുടെ സഹോദരൻ, മയ്യത്ത് നമസ്കരിച്ച സഹോദരനടക്കം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും പടച്ചറബ് മഗ്ഫിറത്ത് നൽകി മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ നമ്മുടെ പൊന്നോമനകൾ, നമ്മുടെ പിഞ്ചുമക്കൾ, നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്തു. അവർ മിനിറ്റുകൾ എണ്ണി നിൽക്കുകയാണ് ആ ഡ്രസ്സിട്ട് അണിഞ്ഞൊരുങ്ങി ഈദിലേക്ക് പുറപ്പെടാൻ. അവിടെയുള്ള നമ്മുടെ മക്കൾ പൊട്ടാനൊരുങ്ങുന്ന ബോംബിനെ കാത്തിരിക്കാൻ പടച്ചറബ് അവർക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രയാസങ്ങളെ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഈ വിശുദ്ധ ദീനിൻ്റെ ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തുമാറാകട്ടെ. ആ വിശുദ്ധമായ മണ്ണ് അതിൻ്റെ അവകാശികളിലേക്ക് അള്ളാഹു തിരിച്ചേൽപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والسلام على المرسلين والحمد لله رب العالمين.